DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 22 ബുധൻ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട്. ജാഗ്രതയുടെ ഭാഗമായി 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യതയുള്ളതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണം. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം മലയോര മേഖലകളിലൊഴികെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ്. പവന് 400 രൂപ കുറഞ്ഞ് 1 പവൻ സ്വർണത്തിന്റെ വില 1,13,480 രൂപയിലെത്തി. ഗ്രാമിന് ആനുപാതികമായി 50 രൂപയാണ് കുറഞ്ഞത്. 14,185 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. അടുത്ത അറിയിപ്പ്, രാജ്യത്ത് 2027 സെൻസസിന്റെ ഭാഗമായുള്ള ആദ്യഘട്ട ഭവന നിർണയവും ഭവന സെൻസസും ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുകയാണ്. നിലവിൽ കർണാടക, ഗോവ, ഒഡീഷ തുടങ്ങിയ 8ഓളം സംസ്ഥാനങ്ങളിലും ലക്ഷദ്വീപ്, ഡൽഹി തുടങ്ങിയ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് കണക്കെടുപ്പ് നടക്കുന്നത്. 2026 ഏപ്രിൽ 16 മുതൽ മെയ് 15 വരെയുള്ള 30 ദിവസമാണ് ഈ മേഖലകളിലെ വിവരശേഖരണത്തിനായി മാറ്റിവെച്ചിരിക്കുന്നത്. കേരളത്തിൽ സെൻസസ് നടപടികൾ വരും മാസങ്ങളിലാണ് ആരംഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ സമർപ്പിക്കാൻ സെൽഫ് എന്യൂമറേഷൻ എന്ന സൗകര്യം ജൂൺ 16 മുതൽ ജൂൺ 30 വരെ ലഭ്യമാകും. ഒരു ഓൺലൈൻ പോർട്ടൽ വഴിയാണ് ഇത് ചെയ്യേണ്ടത്. ഇങ്ങനെ വിവരങ്ങൾ നൽകുന്നവർക്ക് ലഭിക്കുന്ന SCID ഉദ്യോഗസ്ഥർ വരുമ്പോൾ കാണിച്ചാൽ മതിയാകും. നേരിട്ടുള്ള വിവരശേഖരണത്തിനായി ഉദ്യോഗസ്ഥർ ജൂലൈ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലാണ് കേരളത്തിലെ വീടുകളിൽ എത്തിച്ചേരുക. അടുത്തറിയിപ്പ്, കേന്ദ്ര സർക്കാരിന്റെ പ്രമുഖ സാമൂഹിക സുരക്ഷാ പദ്ധതികളായ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന എന്നിവ സാധാരണക്കാർക്ക് കുറഞ്ഞ ചിലവിൽ വലിയ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതികളാണ്. 18 മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പദ്ധതിയിൽ ചേരാവുന്നതാണ്. ഏത് കാരണത്താലുള്ള മരണത്തിനും 2 ലക്ഷം രൂപ പരിരക്ഷ നൽകും. ഇതിനായി പ്രതിവർഷം 436 രൂപയാണ് പ്രീമിയം അടയ്ക്കേണ്ടത്. രണ്ടാമത്തേത് PMSBY അഥവാ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയാണ്. 18 മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ ചേരാം. അപകട ഇൻഷുറൻസ് പദ്ധതിയാണ്. വെറും 20 രൂപ പ്രീമിയത്തിൽ അപകടമരണം സംഭവിക്കുകയോ പൂർണ്ണ വൈകല്യം ബാധിക്കുകയോ ചെയ്താൽ 2 ലക്ഷം രൂപയും ഭാഗിക വൈകല്യത്തിന് 1 ലക്ഷം രൂപയും ഇതിലൂടെ ലഭിക്കും. പ്രത്യേക മെഡിക്കൽ പരിശോധനകൾ ഇല്ലാതെ തന്നെ ബാങ്ക് അക്കൗണ്ട് വഴിയോ പോസ്റ്റ് ഓഫീസ് വഴിയോ ലളിതമായി ചേരാവുന്ന ഈ പദ്ധതികളുടെ പ്രീമിയം തുക ഓരോ വർഷവും മെയ് 31 മുൻപായി അക്കൗണ്ടിൽ നിന്നും ഓട്ടോ ഡെബിറ്റ് ചെയ്യപ്പെടുന്നതാണ്. അതായത് ഈ പദ്ധതികളുടെ പ്രീമിയം തുക ഡെബിറ്റ് ചെയ്യപ്പെടേണ്ട സമയം ഇപ്പോൾ ആയിട്ടുണ്ട്. അതിനാൽ പ്രീമിയം തുക ബാങ്ക് അക്കൗണ്ടിൽ നിന്നും തനിയെ ഈടാക്കുന്ന രീതിയായതിനാൽ മെയ് മാസം അവസാനമാകുമ്പോൾ അക്കൗണ്ടിൽ ആവശ്യമായ ബാലൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ ഇത്തരത്തിലൊരു ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നത് രാജ്യത്തെ ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമാണ്. അടുത്ത അറിയിപ്പ്, 35-നും 60-നും ഇടയിൽ പ്രായമുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ അടുത്ത ഗഡു ഏപ്രിൽ 25 മുതൽ അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്ന റിപ്പോർട്ടുകൾ എത്തുകയാണ്. ഏകദേശം 18 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്കാണ് ഈ ഘട്ടത്തിൽ തുക ലഭിക്കുക. മുൻപ് 2 ഗഡുക്കൾ ലഭിച്ചവർക്ക് ഇത് 3ാം ഗഡുവായും പുതുതായി വെരിഫിക്കേഷൻ പൂർത്തിയായവർക്ക് ഇത് ആദ്യ ഗഡുവായും ലഭിക്കും. മറ്റ് ക്ഷേമ പെൻഷനുകൾ വിഷു പ്രമാണിച്ച് മുൻകൂറായി നൽകിയതിനാൽ ഏപ്രിൽ മാസം ഇനി ഈ ഒരു പെൻഷൻ തുക മാത്രമാണ് വിതരണം ചെയ്യാനുള്ളത്. ഏകദേശം 30 ലക്ഷത്തോളം പേർക്ക് അർഹതയുള്ള ഈ പദ്ധതിയിൽ ഇതുവരെ 18 ലക്ഷത്തോളം പേർ മാത്രമാണ് അപേക്ഷിച്ചിട്ടുള്ളത്. അപേക്ഷകളിൽ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടവർ അവ പരിഹരിച്ച് റീസബ്മിറ്റ് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.